ഞാൻ ഈ മണ്ണിന്റെ മകളാണ്. ഈ മണ്ണിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും. ഈ പള്ളിയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് വളർന്ന് ഒരു സന്യാസിനിയാകാൻ തീരുമാനിച്ചതും. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം കടന്നുപോയപ്പോൾ ഒരു ദിവസം എന്റെ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഭൂമിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, തർക്കമുണ്ട്. അതൊന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല ആ കാലത്ത്, 2-3 വർഷത്തിന് മുൻപ്. കാരണം എനിക്കറിയാം ഞാൻ ജീവിക്കുന്നത് സ്വതന്ത്ര മതേതര ജനാധിപത്യ ഭാരതത്തിലാണ്. 21ാം നൂറ്റാണ്ടിലാണ്. മാനുഷിക മൂല്യങ്ങൾക്കും മാനുഷികതയ്ക്കും മനുഷ്യന്റെ അവകാശങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടില്ല. എന്നാൽ കാലക്രമേണ എനിക്ക് മനസ്സിലായി എന്റെ വിശ്വാസം, അതായത് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഈ പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാം 2 വർഷത്തോളം കോവിഡ് എന്ന വൈറസ് നമ്മുടെ ലോകത്തെ മുഴുവനും നമ്മളെല്ലാവരെയും വ്യാപിച്ച് നമുക്ക് ഒരുപാട് കഷ്ടതകൾ വരുത്തിയെന്ന് നമുക്കറിയാം. അതിനുശേഷം അതിന്റെ ആ കഷ്ടതകളിൽ നിന്ന് നാം ഒരു കണക്കിന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വഖഫ് എന്ന മഹാവൈറസ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നാനായിട്ട് തുടങ്ങിയത്. ഇന്ന് ഏകദേശം 3 വർഷമായി അതിന്റെ താണ്ഡവം അത് ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കഷ്ടതയിലാണ്. നമുക്കറിയാം നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് അപരിഷ്കൃതമായ, സംസ്കാരമില്ലാത്ത ഒരുപാട് കിരാതമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സതി എന്ന സമ്പ്രദായം, ശൈശവ വിവാഹം, നമുക്കറിയാം. ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് പുനർവിവാഹം നിഷേധിച്ചിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. എന്തിനേറെ ഈ അടിമത്തം പോലും നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്നു. കാലങ്ങൾക്ക് ശേഷം ലോകം പരിഷ്കൃതമായപ്പോൾ ഇതിലെല്ലാം ഭേദഗതി വരുത്തി പരിഷ്കരിച്ച് പരിഷ്കൃത സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. എന്നാൽ വഖഫ് എന്ന ഈ ഒരു നിയമം മാത്രം എത്ര കഴിഞ്ഞാലും മാറില്ല എന്ന ശാഠ്യത്തിലാണ്.